ഹേ ഗായ്സ്, ഈ 23rd ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്. അതായത് ഞാൻ നാസിയാക്കിനെ സൈക്കിൾ തുടങ്ങിയിട്ട് 3 വർഷമായി. ആനിവേഴ്സറിൻ്റെ ഒരു 2 ഡേയ്സ് മുന്നെയാണ് സായിഷ് പുറത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആനിവേഴ്സറി ഡൗൺ ആയിപ്പോയി. കേക്കൊക്കെ പിന്നെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഈ ആനിവേഴ്സറിക്ക് കേക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത് കർമ്മ. അവിടെ പോയതോടും ദാണ്ടടാ ഭയങ്കര മഴ. സായിഷാണെങ്കിൽ മടി കിടന്നുറങ്ങുകയും ചെയ്തു. അപ്പോൾ പിന്നെ പുറത്തിറങ്ങാനോ യാതൊരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ തിരൂരുള്ള സൂഫി മന്തിയിൽ പോയി. ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ സെക്കൻഡ് ആനിവേഴ്സറിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആയിരുന്നു. അതായത് സായിഷിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. സായിഷ് NICയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനിലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ആനിവേഴ്സറിനെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പോൾ ഇതാ 3rd ആനിവേഴ്സറിയാണ്. അത് പോട്ടെ. ഏതായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലബനീസ് അൽഫാം മന്തി ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും ഞാൻ ആദ്യം കുട്ടിനെ പിടിക്കും, അപ്പോൾ നാസിയാക്ക് ഫുഡ് കഴിക്കും. ഞാനും കഴിക്കും കുറച്ചൊക്കെ, പിന്നെ നാസിയ കുട്ടിനെ പിടിക്കും, അപ്പോൾ ഞാൻ കഴിക്കും. എനിക്ക് സമാധാനത്തോടെ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ ടേസ്റ്റ് പോലും അറിയാണ്ട് വാരി വലിച്ച് കഴിച്ചിട്ട് നാസിയ കുട്ടീനെ പിടിക്കും. ഏതൊരു ചെറിയ കുട്ടികളുള്ള പാരൻസിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ ഞങ്ങൾ ദാണ്ട ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. കുറച്ച് ഫുഡൊക്കെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നിട്ടുണ്ട്. പിന്നെ അവൻ ഇറങ്ങി ഓടാൻ തുടങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും മഴ നിൽക്കാത്തത് കൊണ്ട് കുറച്ച് നേരം അവിടെ വരുന്നവരും പോണവരൊക്കെ നോക്കി നിന്നു. മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. ആൻഡ് അത്രയേ ഉള്ളൂ. ബായ്.